കൂട്ടുകാരെ, ഇത് എവിടേക്കാണെന്നല്ലേ? ഫറോക്ക് രാമനാട്ടുകര റൂട്ടിൽ പോകുമ്പോൾ ഇടത്തേ സൈഡിൽ പൂനൂർ പള്ളിക്ക് സമീപമുള്ള റോഡിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. എവിടെയാണെന്നല്ലേ? ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണാതെ പോകും. പക്ഷെ ഞങ്ങളിത് കണ്ടിട്ടുണ്ട്, പക്ഷേ വന്നിരുന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. വൈകിട്ട് ഇതാ അസ്തമയമൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രകൃതിയോട് ചേർന്ന സ്ഥലമാണ്. ഒരുപാട് ദൂരം പാടമാണ്. ആ പാടത്ത് ചതുപ്പ് ആയിട്ടുള്ള ഭാഗങ്ങളുമുണ്ട്. എങ്കിലും വൈകിട്ട് ഒരുപാട് പേര് ഇന്നിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ വരുന്ന സമയത്ത് പോലും ഒരുപാട് പേരെ കണ്ടു കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് അസ്തമയം കണ്ട് എന്തെങ്കിലുമൊക്കെ കുറിച്ച്, പക്ഷേ വേസ്റ്റ് ഇടാതെ പോകണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിന് മറ്റൊരു വഴി കൂടെ ഉണ്ട്. നമുക്ക് തിരുച്ചിലങ്ങാടി വഴിയും പോരാവുന്നതാണ്. ആ വഴിയും നമ്മൾ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത്ര ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം നമ്മുടെ ഈ ടൗണിനോട് ചേർന്നൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ വിരളമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്ലേസ് നമുക്ക് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ സങ്കടമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ഇപ്പോൾ അവിടെ എത്തിച്ചേരുന്നത്, ഇതറിഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ, എന്ത് ഭംഗിയാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ പലയിടത്തും പോകാറുണ്ട്. അതിനുപരിയായിട്ട് നമുക്ക് പാടത്തിരുന്ന് സൺസെറ്റ് കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. പാടത്തിൻ്റെ പ്രത്യേകത, വയൽ എന്നായിരിക്കും ചിലരൊക്കെ പറയുന്നതല്ലേ. അവിടെ ഒരു തണുപ്പുണ്ടായിരിക്കും. റോഡുണ്ടെങ്കിൽ കൂടി വയലിൻ്റെ തണുപ്പും കാറ്റും കൊണ്ടുകൊണ്ട് അസ്തമയം കാണാനുള്ള ഒരു സൗകര്യമാണ് ഈ കാണുന്നത്. ഈ വഴിക്ക് പോകുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കണം കേട്ടോ. വൈകിട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം വൈകിട്ടാണ് കുറച്ചുകൂടി വെയിലൊക്കെ ആറിയിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നത്. അല്ലാത്തപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പാസ് ചെയ്ത് പോരുമ്പോൾ അതിൽ പോരുന്ന സമയത്തും ഒരുപാട് ഫാമിലി വന്ന് അവിടെ ഇരിക്കുന്നു, കുട്ടികളൊക്കെ കളിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇടയിൽ ചതുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു പരിധിക്ക് അപ്പുറമായിട്ട് കുട്ടികളെ ഒന്നും വിട്ട് കളയരുത്. ആദ്യം മുതിർന്നവരൊക്കെ പോയി സെറ്റാക്കിയിട്ട് അവിടെ പോയിരിക്കാം. അപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ ആമ്പലും താമരയും ഒക്കെ ഉണ്ട്. വൈകിട്ടായാൽ ഇവിടെ സ്ഥിരം ഒരുപാട് പേരിങ്ങനെ കുട്ടികളായിട്ട് കളിക്കാനുള്ളവർ, ഫുട്ബോൾ കളിക്കുന്നവർ, വയസ്സായവർ, കുറച്ച് വയസ്സായവരെല്ലാവരും കൂടി ഒരു മരത്തണലിലിരുന്ന് സംസാരിക്കും. അങ്ങനെ കാഴ്ചകൾ ചെറുതാണെങ്കിലും വലിയ വലിയ ആശയങ്ങളാണ് നമ്മുടെ ഈ ഒരു വലിയ സ്ഥലത്ത്, പച്ചപ്പാർന്ന ഈ സ്ഥലത്ത് കാണാൻ സാധിച്ചിരുന്നത്. ഇപ്പോഴും ഇതാ നിങ്ങൾ കണ്ടുവല്ലോ, ഇപ്പോൾ ഒരു ഫാമിലി വന്നതാണ്. ഇങ്ങനെ ഒരുപാട് പേര് സൈക്കിൾ ഓടിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ ഒരു ബോർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, ലഹരി ഉപയോഗമൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാവരും ചേരുന്ന ഒരു സ്ഥലമാകുമ്പോൾ, കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമാകുമ്പോൾ ഇന്ന് ഇതൊന്നും പാടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ പോലീസിൻ്റെ ഒരു കണ്ണോട് കൂടിയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ്. അതുകൊണ്ട് കുടുംബമായിട്ട് വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഈ ഒരിടം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ മറ്റൊരു വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. തിരുച്ചിലങ്ങാടിയിൽ നിന്ന് എങ്ങനെ വരാം, അതായത് തിരുച്ചിലങ്ങാടി ഫറൂഖ് കോളേജ് റൂട്ടാണ്. ഫറൂഖ് കോളേജ് അഴിഞ്ഞിലം റൂട്ടിലൂടെ പോകുമ്പോൾ വലതുവശത്ത് കാണുന്ന ഈ ഒരു ബോർഡ് കാണുന്ന ഇതിലേ അങ്ങ് പോയാലും നമുക്ക് ആ വയലിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരമാവധി ഇവിടെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക, ഇതിലേ പോകുന്നവർ. അല്ലാത്തവർ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഇങ്ങനെ ആളറിയാത്ത ഒരുപാട് ഇടങ്ങൾ. അധിക പേരൊന്നും വന്നിട്ടുണ്ടാവില്ല, നമ്മൾ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഇടങ്ങളായിരിക്കും. പക്ഷേ അത് അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ളതായിരിക്കാം. അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ പേര് ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ നാട്ടുവഴികളുമായിട്ട് പിന്നെയും വരാം. അതുവരേക്കും ബൈ.